നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരല്പം വ്യത്യസ്തമായൊരു വിഷയവുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വിഷയം ഇത്രയേ ഉള്ളൂ: ആരാണ് വീട്ടമ്മ? എന്താണ് വീട്ടമ്മ? വീട്ടിൻ്റെ അമ്മയാണ് വീട്ടമ്മ. വീടിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ വീട്ടിലുള്ള അംഗങ്ങളുടെ എല്ലാം അമ്മ സ്ഥാനത്ത് എത്തുമ്പോഴാണ് വീട്ടമ്മയാകുന്നത്. ശരിക്കും ജീവിതത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടമാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും ചേർന്ന് ധാർമ്മികമായ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു കുടുംബ ജീവിതമാണ് ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. സുഖം, ധനം, ഐശ്വര്യം, കീർത്തി എല്ലാം ദൈവാർപ്പണമാക്കി സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹാദരപൂർവ്വം ഗൃഹസ്ഥ ആശ്രമ കർത്തവ്യങ്ങളെ അനുഷ്ഠിക്കണം എന്നാണ് ധർമ്മശാസ്ത്രങ്ങളെല്ലാം അനുശാസിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ നമ്മുടെ സ്വന്തം വീടിനെ ആശ്രയിച്ചു വളർന്നവരാണ്. അപ്പം എല്ലാവരുടെയും ഈ ഭൂമിയിൽ ആരെ നോക്കിയാലും അവരുടെ ആദ്യ പാഠശാല എന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയാണ്. ആദ്യ ഗുരു ആരായിരിക്കും? അമ്മ തന്നെയാണ്. അമ്മ കഴിഞ്ഞിട്ടാണ് അച്ഛനും. ആ പാഠശാലയിൽ നിന്ന് എന്തൊക്കെയാണോ പഠിച്ചിറങ്ങുന്നത് അതുതന്നെയാണ് പിന്നീടുള്ള ജീവിതം രൂപപ്പെടുത്തുവാൻ അവരെ സഹായിക്കുന്നതും. അങ്ങനെ വരുമ്പോൾ സാംസ്കാരികമായ ഒരു അടിത്തറ വീട്ടിൽ വച്ച് തന്നെ രൂപപ്പെട്ടു എന്ന് വിചാരിക്കണം. അച്ഛനും അമ്മയും സന്താനങ്ങളും അടങ്ങുന്ന വീട്ടിൽ ഭൗതികവും മാനസികവുമായ അന്തരീക്ഷവും പരസ്പര ബന്ധവും ഉണ്ടാകുന്നു. അത് ജീവിതത്തെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ സഹായകരമായി തീരുന്നു. ഈ ജീവിതയാത്രയിൽ ഗൃഹനാഥനോടൊപ്പം തന്നെ ഗൃഹനായികയ്ക്കും അതിപ്രധാനമായ സ്ഥാനമുണ്ട്. പക്ഷേ അതിന് പല കാലാകാലങ്ങളിൽ സ്ത്രീക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്ന ആ ഒരു സ്ഥാനവും മഹിമയും എല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഗൃഹസ്ഥാശ്രമിയായ ഗൃഹനായിക അവർക്ക് അവരുടെ സ്ഥാനം പലപ്പോഴും ഉറപ്പിക്കാൻ കഴിയാതെ വന്നു. അവർ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായാൽ മാത്രം പോരാ, യഥാർത്ഥ കുടുംബിനിയുടെ മഹത്വവും കടമയും കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാകണം. അവർ ഐശ്വര്യവതിയായാൽ മാത്രമേ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുകയുള്ളൂ. അപ്പോൾ താൻ കുടുംബം നിയന്ത്രിക്കേണ്ടവളാണെന്ന ബോധം വീട്ടമ്മയുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളോടും സർവാത്മനാ സഹകരിച്ച് അഭിപ്രായ ഐക്യം വളർത്തി മുന്നോട്ട് പോകണം. എങ്കിൽ ജീവിതം ശോഭനമാകും. അല്ലാതെ വീട്ടമ്മ ഒരിക്കലും ഒരു നോക്കുകുത്തിയായി വീട്ടിലെ ഒരിടത്ത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടരുത്. എല്ലാ കാര്യങ്ങളിലും നല്ല മനസ്സോടെ പ്രതികരിച്ച് നന്മതിന്മകളെ വിവേകപൂർവ്വം തിരിച്ചറിഞ്ഞ് ഗൃഹനാഥനെ നേർവഴിക്ക് നയിക്കാൻ കഴിയണം. ഈ പറഞ്ഞതിന് ഒരു അപവാദം കൂടിയുണ്ട്. എല്ലാ ഗൃഹനാഥന്മാരെയും നേർവഴിക്ക് നടത്തുക എന്നുള്ള കാര്യം ഒരിക്കലും സംഭവ്യമല്ല. കാരണം ഒരിക്കലും നന്നാവില്ല എന്ന് കരുതി സ്വയം അഴുക്കുചാലിൽ വീണ് ജീവിക്കുന്ന ഒരുപാട് ഗൃഹനാഥന്മാരുണ്ട്. അവരെയൊക്കെ അനുസരിക്കുകയും അവരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുത്ത് ജീവിക്കുകയും മാത്രമാണ് ആ വീട്ടിലെ സ്ത്രീകൾ ചെയ്യുക. അല്ലാതെ അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകളിലും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ വളരെ കഠിനതരമാണെങ്കിൽ പോലും അവരുടെ മുഖത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു മുഖംമൂടി, ഒരു പുഞ്ചിരിയുടെ മുഖംമൂടിയുണ്ട്. ആ മുഖംമൂടി അവരെ വല്ലാത്ത കഷ്ടതയിലേക്കാണ് നയിക്കുക. സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനാകാതെ, മറ്റുള്ളവർക്ക് കീഴിൽ വെറും ഒരു അടുക്കളക്കാരിയായിട്ട് മാത്രം അധപ്പതിച്ചു പോകുന്ന എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങൾ. അതൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ മനസ്സിനുള്ളിൽ തോന്നുന്ന ചില ചിന്തകളുണ്ട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ
ആണിക്കല്ലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വീട്ടിലെ ഗൃഹനാഥ തന്നെയാണ്. അതുകൊണ്ടാണ് വീട്ടമ്മയെ, കുടുംബിനിയെ കുടുംബ വിളക്കാണെന്ന് പറയുന്നത്. വീട്ടമ്മയുടെ പുഞ്ചിരി തൂകുന്ന മുഖത്തിന് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടാകും. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ പൊതുവായ മേൽനോട്ടവും എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും ആർജവവും ഒരു വീട്ടമ്മയ്ക്കുണ്ടാകണം. പഴയ കാലത്ത് ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രത്യേക കഴിവുള്ള അമ്മമാരുണ്ടായിരുന്നു. പിൽക്കാലമായപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികളുടെ കാലമൊക്കെ ആയപ്പോൾ അതിൽ നിന്നും കുറേയേറെ മാറ്റം വന്നു. പുരുഷവർഗത്തിനും ഉണ്ടായി മാറ്റം. പഴയ കാലത്ത് ഇത്രയധികം മദ്യപന്മാർ അല്ലെങ്കിൽ ഇത്രയധികം മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആണുങ്ങളും കുറവായിരുന്നു. ഈ കാലമായപ്പോഴോ കലികാലത്തിൽ മുഴുവൻ ഏറെക്കുറെ ഒരു 80% ആണുങ്ങളും ഈ പറയുന്ന ലഹരിയോ മദ്യമോ ഒക്കെ ഉപയോഗിക്കുന്നവർ തന്നെയാണ്. ഇത് ശരിക്കും സ്ത്രീയുടെ ജീവിതം ഒരു ദുസ്സഹമാക്കി മാറ്റുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിരുന്ന ഒരു പ്രഥമ അധ്യാപിക, ആ ടീച്ചർ വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവ് ഒരു അഡ്വക്കേറ്റായിരുന്നു. രണ്ടുപേരും കൂടെ പഴയൊരു ലാംബട്ര സ്കൂട്ടറിലാണ് വൈകുന്നേരം വരാറ്. വന്നു കഴിയുമ്പോൾ എന്നും സ്കൂൾ വിട്ട് വരുന്ന ഞങ്ങളൊക്കെ കാണുന്നത് വഴിയരികിൽ ഈ അന്നൊക്കെ ചാരായ ഷോപ്പ്, അതായത് അരക്ക് ഷോപ്പ് എന്ന് എഴുതി വെച്ചിടത്ത് അതിന് പുറത്തായിട്ട് ആ സ്കൂട്ടറിൻ്റെ അടുത്തായിട്ട് ഈ ടീച്ചർ നിൽപ്പുണ്ടാവും. എന്നും വൈകുന്നേരം വരുമ്പം കാണുന്ന കാഴ്ചയാണ്. കാരണം എന്താ? ഭർത്താവ് അതിനകത്ത് കയറിപ്പോയിരിക്കുന്നു, ഭാര്യ പുറത്ത് കാത്തു നിൽക്കുന്നു. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ഞാനീ പറയുന്നത്. അതേ ചരിത്രം ഇന്നും ആവർത്തിക്കപ്പെടുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ന്യൂ ജനറേഷൻ ആയപ്പോൾ ഭർത്താവ് മാത്രമല്ല ഇതിനകത്തോട്ട് കയറി പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ചാരായ ഷോപ്പുകളില്ല, പോകുന്നത് ബാറുകളിലേക്കായിരിക്കും. കൂടെ കയറി പോകുന്നത് ഈ ഭാര്യ എന്ന് പറയുന്ന ന്യൂജൻ പെൺകുട്ടി തന്നെയായിരിക്കും. ഇവിടെ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? ഇന്നത്തെ പുതിയ തലമുറയെയോ അതോ അവർ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളെയോ? ഇതിനൊക്കെ ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ: പഴയ കാലത്തിലേക്കൊരു മടങ്ങിപ്പോക്ക്. അത് തികച്ചും അസാധ്യമാണെന്നറിയാം, എങ്കിലും പറയുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം കുടുംബം. അതല്ലാത്ത കുടുംബം എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമല്ല. മറ്റുള്ളവരെ എത്താൻ വൈകുമ്പോൾ അവരെ കാത്തിരിക്കുന്ന, അവരെത്തിക്കഴിയുമ്പോൾ ആ സന്തോഷം പങ്കിടാൻ കഴിയുന്ന, അങ്ങനെയുള്ള ബന്ധുക്കളുള്ള, എല്ലാവരും വല്ലപ്പോഴുമെങ്കിലും ഒന്നിച്ചു കൂടുന്ന ഒരു കുടുംബം. അങ്ങനെയുള്ളൊരു കുടുംബം കെട്ടിപ്പടുക്കാൻ ഓരോ വീട്ടമ്മമാർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.